നേർവീതി. നേർവീതി പ്രഭാഷണ പരമ്പരയിലേക്ക് ഏവർക്കും സ്വാഗതം. സുവിശേഷകൻ കുഞ്ഞുമോൻ തോട്ടപ്പള്ളി ഇപ്പോൾ നിങ്ങളുമായി ദൈവവചനം പങ്കുവെക്കുന്നു. ശ്രദ്ധിച്ചാലും യേശുവിൻ്റെ ഉയർപ്പിൻ ശരീരം. ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. യോഹന്നാന്റെ സുവിശേഷം 20-ാം അധ്യായത്തിൻ്റെ 19ഉം 20ഉം വാക്യങ്ങൾ ഞാൻ വായിക്കുന്നത് ശ്രദ്ധിച്ചാൽ, ആഴ്ചവട്ടത്തിൻ്റെ 1-ാം നാൾ ആ ദിവസം നേരം വൈകിയപ്പോൾ ശിഷ്യന്മാർ ഇരുന്ന സ്ഥലത്ത് യഹൂദന്മാരെ പേടിച്ച് വാതിലടച്ചിരിക്കെ യേശു വന്ന് നടുവിൽ നിന്നുകൊണ്ട് നിങ്ങൾക്ക് സമാധാനം എന്ന് അവരോട് പറഞ്ഞു. ഇത് പറഞ്ഞിട്ട് അവൻ കൈയും വിലാപ്പുറവും അവരെ കാണിച്ചു. കർത്താവിനെ കണ്ടിട്ട് ശിഷ്യന്മാർ സന്തോഷിച്ചു. കർത്താവായ യേശുക്രിസ്തു ജനനം മുതൽ ഒരു സാധാരണ ശരീരം ഉള്ളവനായിരുന്നു. പക്ഷെ അതിൽ പാപമില്ലെന്ന് മാത്രം. പാപജഡത്തിൻ്റെ സാദൃശ്യത്തിൽ ആണ് യേശു ഈ ഭൂമിയിലേക്ക് വന്നത്. കണ്ടാൽ ഒരു സാധാരണ മനുഷ്യനെന്ന് തോന്നും, പക്ഷേ യേശുവിൽ പാപമില്ലായിരുന്നു. മറ്റ് മത നേതാക്കളെ പോലെ യേശുക്രിസ്തുവിന് ഭക്തിയുടെ ഒരു പരിവേഷം അതൊന്നുമില്ലായിരുന്നു. വസ്ത്രം കൊണ്ടൊരു പ്രത്യേകതയില്ലായിരുന്നു. ശരീരത്തിൽ എന്തെങ്കിലും ഒരടയാളം അതൊന്നും യേശു ഇഷ്ടപ്പെട്ടില്ല. അതൊന്നും ശരിയല്ല എന്നാണ് യേശു പറഞ്ഞിരുന്നത്. യേശുവിൻ്റെ ശിഷ്യന്മാരുടെ മധ്യത്തിൽ യേശു ആരാണെന്ന് ചുംബനം കൊണ്ട് അല്ലെങ്കിൽ ഒറ്റിക്കൊടുക്കേണ്ടി വന്നു. കാരണം യേശുവിന് ഒരു പ്രത്യേക വസ്ത്രമോ ഒന്നുമില്ലായിരുന്നു. ശിഷ്യന്മാർക്കുള്ളതുപോലെയുള്ള ആ വസ്ത്രം അത്രയേ ഉള്ളൂ. ആധുനിക കാലത്തും അല്ലെങ്കിൽ പൂർവ്വകാലത്തും മത നേതാക്കന്മാർ വസ്ത്രം കൊണ്ട് തങ്ങളെ തന്നെ വ്യതിരിക്തരാക്കിയിരുന്നു. അതുപോലെ ചില അടയാളങ്ങളൊക്കെ അവരുടെ ശരീരത്തിലുണ്ടായിരുന്നു. യേശുവിനെ കുറിച്ച് യെശയ്യാപ്രവാചകൻ യേശു ജനിക്കുന്നതിന് 700 വർഷം മുമ്പ് എഴുതിയിരുന്നത്, അവന് രൂപഗുണമില്ല, കോമളത്വമില്ല, കണ്ടാൽ ആഗ്രഹിക്കത്തക്ക സൗന്ദര്യവുമില്ല, അവൻ മനുഷ്യരാൽ നിന്ദിക്കപ്പെട്ടും ത്യജിക്കപ്പെട്ടും വ്യസനപാത്രമായും രോഗശീലിച്ചവനായിരുന്നു എന്നാണ്. അപ്പോൾ കർത്താവായ യേശുക്രിസ്തു ഒരു തികച്ചും സാധാരണക്കാരനായിട്ടാണ് ഇവിടെ ജീവിച്ചത്. പക്ഷെ അവന് പാപമില്ലായിരുന്നു എന്ന് മാത്രം. നമുക്ക് മാതൃകയായിട്ട് യേശു ജീവിച്ചു. ഒരു കുറ്റവും യേശുവിനെ കുറിച്ച് ആർക്കും ചൂണ്ടിക്കാണിക്കാൻ കഴിഞ്ഞിരുന്നില്ല. യേശു എപ്പോഴും 12 ശിഷ്യന്മാരുടെ കൂടെ ആയിരുന്നു. അവർക്ക് തന്നിലോ തെറ്റ് കാണാൻ കഴിഞ്ഞില്ല. യേശു എപ്പോഴും ജനമധ്യത്തിലായിരുന്നു. യേശുവിൻ്റെ പെരുമാറ്റം കൊണ്ടോ സംസാരം കൊണ്ടോ നോട്ടം കൊണ്ടോ ഒന്നും ഒരു തെറ്റും ആർക്കും പറയാൻ കഴിഞ്ഞില്ല. ശത്രുക്കളോട് യേശു മഹാപുരോഹിതന്മാരോടും ശാസ്ത്രിമാരോടും പരീശന്മാരോടും ഒക്കെ വെല്ലുവിളി ചോദിച്ചു, എന്തെങ്കിലും ഒരു തെറ്റ് ഞാൻ ചെയ്തതായിട്ട് നിങ്ങൾക്ക് പറയാൻ കഴിയുമോ? ആരും പറഞ്ഞില്ല. അപ്പോൾ യേശുക്രിസ്തു ഇവിടെ വിശപ്പും ദാഹവും ഉള്ളവനായി, അതുപോലെ ഉറക്കവും ക്ഷീണവും ഒക്കെ ഉള്ളവനായി ഇവിടെ ജീവിച്ചു. എന്നാൽ യേശു ഉയർത്തെഴുന്നേറ്റ് കഴിഞ്ഞപ്പോൾ ഉണ്ടായിരുന്ന ശരീരം അതൊരു ആത്മശരീരമായിരുന്നു. അതായത് 33 വയസ്സുവരെ, മരിക്കുന്നത് വരെ ഉണ്ടായിരുന്ന തരത്തിലുള്ള ഒരു ശരീരമായിരുന്നില്ല. ആ ശരീരത്തിൻ്റെ പ്രത്യേകതയാണ് നാം ഇപ്പോൾ വായിച്ചത്. യേശുവിനെ ശിഷ്യന്മാർ യഹൂദന്മാരെ പേടിച്ചൊരു വീട്ടിൽ വാതിൽ അടച്ച് ഇരുന്ന സമയത്ത് വാതിൽ തുറക്കാതെ യേശു ആ മുറിയിൽ ചെന്നു. ഒരുപക്ഷെ അവർ പേടിച്ച് കാണും. അപ്പോൾ യേശു പറഞ്ഞു, പേടിക്കേണ്ട, സമാധാനം ഞാനാണ്, സംശയമുണ്ടെങ്കിൽ എൻ്റെ കൈയും വിലാപ്പുറവും നിങ്ങൾ കാണുക എന്ന് പറഞ്ഞു. കർത്താവായ യേശുക്രിസ്തുവിനെ കുരിശിക്കുകയായിരുന്നു. വാസ്തവം പറഞ്ഞാൽ ഈ കുരിശീകരണം യഹൂദന്മാരുടെ ഒരു ശിക്ഷാക്രമമല്ല. അതായത് ദാവീദിൻ്റെ കാലത്ത് യഹൂദന്മാരന്ന് ഒരു രാജ്യത്തിൻ്റെ അടിമകളൊന്നും അല്ല. ദാവീദും ശലോമോനും അല്ലെങ്കിൽ ശലോമോന് ശേഷമുള്ള അനേക രാജാക്കന്മാരും ഭരിക്കുന്ന കാലത്ത് അവർ ആരുടെ അടിമകളല്ല. റോമ ഗവൺമെൻറ്റിൻ്റെ അടിമകളായതൊക്കെ സഹസ്രാബ്ദങ്ങൾക്ക് ശേഷമാണ്. അപ്പോൾ അതിനു മുൻപ് ദാവീദിൻ്റെ ഒരു സങ്കീർത്തനത്തിൽ എഴുതിയിട്ടുണ്ട്, അവർ എൻ്റെ കൈകളെയും കാലുകളെയും തുളച്ചു. കൈയും കാലും തുളയ്ക്കുന്നത് കുരിശിക്കുന്ന സമയത്താണ്.
ഇന്ത്യ രാജ്യത്തൊക്കെ കൊല്ലുകയാണുള്ളത്. അതിന് കയ്യും കാലും തുളയ്ക്കേണ്ട ആവശ്യമില്ല. അതുപോലെ മറ്റു പല രാജ്യത്തും കല്ലെറിഞ്ഞ് കൊല്ലുകയാണ്. മറ്റു ചില രാജ്യത്തും ആളുകൊണ്ട് കഴുത്തുവെട്ടി കൊല്ലുകയാണ്. വെടിവെച്ച് കൊല്ലുന്ന രീതിയുണ്ട്, വിഷം കൊടുത്ത് കൊല്ലുന്ന രീതിയുണ്ട്. പക്ഷേ ഇവിടെ കുരിശീകരണം എന്നൊരു കാര്യം ഇസ്രായേലിലോ അല്ലെങ്കിൽ മറ്റ് പല രാജ്യത്തോ ഇല്ലാതിരുന്ന കാലത്ത് BC 700 കാലഘട്ടത്തിൽ അല്ലെങ്കിൽ BC 1000 കാലഘട്ടത്തിൽ പഴയ നിയമത്തിൽ സങ്കീർത്തനത്തിൽ എഴുതിയിരിക്കുകയാണ്, അവർ എൻ്റെ കൈകളെയും കാലുകളെയും തുളച്ചു. അതുപോലെ അവർ കുത്തിയവങ്കിലേക്ക് നോക്കുമെന്നൊരു പ്രവചനം BC 600 സെഖര്യാവിനാൽ എഴുതപ്പെട്ടിരുന്നു. ബൈബിളിലെ അതായത് 36-ാമത്തെ പുസ്തകമാണ് സെഖര്യാവിൻ്റെ പുസ്തകം. പഴയ നിയമത്തിൽ 37 പുസ്തകമാകുന്നത്. അതിൽ അവസാനത്തതിൻ്റെ തൊട്ട് പുറകിലത്തെ പുസ്തകത്തിൽ എഴുതിയിരിക്കുകയാണ്, അവർ കുത്തിയവങ്കിലേക്ക് നോക്കും. അപ്പോൾ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ കയ്യും കാലും തുളയ്ക്കപ്പെടുക മാത്രമല്ല, അവന് കുത്തേൽക്കപ്പെടാൻ ഇടയാകും എന്നും ബൈബിളിൽ പണ്ടേ എഴുതിയിരുന്നു. കർത്താവായ യേശുക്രിസ്തുവിനെ കുരിശിച്ചത് വെള്ളിയാഴ്ചയാണ്. പിറ്റേ ദിവസം ശബത്താണ്. ശബത്തിൽ കുരിശിക്കപ്പെട്ട ആളുകൾ അവിടെ കിടന്ന് നിലവിളിക്കാൻ പാടില്ല, പക്ഷികൾ ആർത്തങ്ങനെ ഒച്ചയിടാൻ പാടില്ല. അതുകൊണ്ട് അവരെ 3 പേരെയും കാല് തല്ലി ഒടിച്ച് കൊല്ലണം എന്ന് മഹാപുരോഹിതന്മാർ തീരുമാനിച്ചു. അങ്ങനെ കാല് തല്ലി ഒടിച്ചു കഴിഞ്ഞാൽ പിന്നെ അവർ കിടന്ന് നിലവിളിക്കത്തിൽ ഉടനെ ചാവും. അത് പിറ്റേ ദിവസം സ്വസ്ഥതയ്ക്ക് വേണ്ടിയാണ്. ഈ കള്ളന്മാരുടെ 2 പേരുടെയും കാലൊടിച്ചു അവർ നിമിഷം കൊണ്ട് ചാകാനിടയായി. യേശുവിൻ്റെ അടുക്ക വന്നപ്പോഴേക്കും യേശുവിൻ്റെ തല തോളിലേക്ക് ചാഞ്ഞു കഴിഞ്ഞിരുന്നു. യേശു മരിച്ചു എന്നവർക്ക് മനസ്സിലായി. അവർ യേശുവിൻ്റെ കാലിൽ ഇരുമ്പ് തണ്ടുകൊണ്ട് അടിച്ചില്ല. എന്നാൽ മരിച്ചോ ഇല്ലയോ എന്നറിയാൻ ഒരു പടയാളി കുന്തം കൊണ്ട് യേശുവിൻ്റെ ചങ്കത്ത് കുത്തി. ഉടനെ രക്തവും വെള്ളവും പുറപ്പെട്ടു. അപ്പോൾ തീർച്ചയായിട്ടും ആ പഴയ നിയമ പ്രവചനം ഇവിടെ നിറവേറ്റപ്പെടുകയാണ്. യേശു ഉയർത്ത് കതകടച്ച് ഇരുന്ന മുറിയിൽ കതക് തുറക്കാതെ അവർക്ക് പ്രത്യക്ഷപ്പെട്ടിട്ട് തൻ്റെ കൈകളിലെ ആ ആണിപ്പാടുകൾ, ആ തുള അവരെ കാണിക്കുക. ചങ്കത്ത് ആ പടയാളി കുത്തിയതിനാൽ ഉണ്ടായ ആ ദ്വാരം കാണിക്കുക. അപ്പോൾ കർത്താവായ യേശുക്രിസ്തു ഇതിൻ്റെ ശരീരം അത് 33 വയസ്സ് വരെ ഉണ്ടായിരുന്ന തരത്തിലുള്ള ഒരു ശരീരം ആയിരുന്നില്ല. വാതിലടച്ചിരിക്കെ മുറിയിൽ പ്രവേശിക്കാവുന്ന തരത്തിലുള്ള ഒരു ആത്മശരീരമായിരുന്നു. പക്ഷേ ആ ശരീരത്തിൽ ലോകം അവന് നൽകിയ ആ മുറിവുകളുടെ പാടുകൾ അവശേഷിക്കുകയാണ്. എക്കാലവും സ്വർഗത്തിൽ അല്ലെങ്കിൽ പിന്നീട് മനുഷ്യരെ ഉയർപ്പിച്ച് മനുഷ്യരോടുകൂടെ ജീവിക്കുന്ന കാലത്തൊക്കെയും യേശുവിൻ്റെ ആ കൈകളിലും കാലുകളിലും ചങ്കത്തും ആ മുറിവുകൾ ഉണ്ടായിരിക്കും. കാരണം യേശുവിനോടുള്ള സ്നേഹം വെളിപ്പെടുത്തി യേശുവിനെ നമിക്കുവാൻ, ബഹുമാനിക്കാൻ, ആരാധിക്കാൻ അത് ആളുകളെ സഹായിക്കും. ഇവിടെ നമ്മുടെ കർത്താവ് അടച്ചിട്ട മുറി തുറക്കാതെ ചെന്നിട്ട് തൻ്റെ കയ്യും വിലാപ്പുറവും അവരെ കാണിച്ചു. നിങ്ങൾക്ക് സമാധാനം എന്ന് പറഞ്ഞു. യേശുവിനെ കണ്ടിട്ട് ആ ശിഷ്യന്മാർ ധൈര്യം പ്രാപിച്ചു, സന്തോഷിക്കുവാൻ ഇടയായി. പ്രിയപ്പെട്ടവരെ, കർത്താവിനെ രക്ഷകനായി സ്വീകരിച്ച നമുക്കും ഇതുപോലെ തേജസ്കരിക്കപ്പെട്ട ശരീരം കർത്താവ് തരും. എവിടെയും യാത്ര ചെയ്യാൻ സാധിക്കുന്ന, അല്ലെ യേശു പോകുന്ന, ആ കുഞ്ഞാട് പോകുന്ന എവിടെയും യേശുവിനെ അനുഗമിക്കാൻ നമുക്ക് സാധിക്കത്തക്ക ഒരു ശരീരം, രോഗമില്ലാത്ത, വേദനയില്ലാത്ത ഒരു ശരീരം യേശു നമുക്ക് തീർച്ചയായിട്ടും തരും. അത് യേശു വാഗ്ദാനം ചെയ്തിട്ടുണ്ട്. ആ പ്രത്യാശ കൊണ്ട് നമുക്ക് നിറയാം. കർത്താവിൻ്റെ വിലയേറിയ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ.